മുസ്ലിം ലീഗ് കേരളത്തിൽ വളർന്നിട്ടുണ്ട്. കേരളത്തിലെ ഇനി ഒരു മുസ്ലിം സമുദായത്തിന് മറ്റൊരു പിന്തുണ മറ്റൊരു ആവശ്യമില്ല. ഉത്തരേന്ത്യൻ സമുദായങ്ങളിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിലാണ് ഹാരിസ് ബീരാൻ സാഹിബിൻ്റെ എല്ലാ ബാധ്യതയും ഉള്ളത് എന്നാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫീസ് 24 ഹവറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിൽക്കാതെ പ്രവർത്തന രംഗമാണ്. പല ആളുകൾക്കും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞ ഒറ്റ വാചകം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു MLA-യെയും ഒരു MP-യെയും അതുപോലെ തന്നെ ഒരു മന്ത്രിയെയും വളർത്തിയെടുക്കുവാൻ ഹാരിസ് ബീരാൻ സാഹിബും ET മുഹമ്മദ് ബഷീർ സാഹിബും അതുപോലെ തന്നെ വഹാബ് സാഹിബും ഒക്കെ ഒരുമിച്ച് നിന്ന് മുന്നേറുകയാണെങ്കിൽ അതാണ് ഈ സമുദായത്തോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സാഹിബിനോട് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് ഒന്നിച്ച് നീങ്ങാം. പ്രത്യേകിച്ച് ഈ സമുദായത്തിൻ്റെ വിഷയങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ശക്തമായ ചില മുന്നേറ്റങ്ങൾ ആവശ്യമുണ്ട്. ആ മുന്നേറ്റങ്ങളുടെ പാതയിൽ ധൈര്യമായി നിൽക്കാൻ കഴിവ് നമ്മുടെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സാഹിബിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതാണ്, ചെറുപ്പം എന്നതാണ്. എനിക്ക് തോന്നുന്നത് CH മുഹമ്മദ് കോയ സാഹിബ് പാർലമെൻറ്റിലേക്ക് പോയത് അത് അദ്ദേഹത്തിൻ്റെ ആ പ്രായാധിക്യ സമയത്തല്ലല്ലോ. യുവത്വകാലത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയി അവകാശങ്ങൾ ചോദിക്കുവാൻ അദ്ദേഹം മുമ്പിലുണ്ടായിരുന്നു. എൻ്റെ സമുദായം പട്ടിണി കിടക്കുമ്പോൾ, എൻ്റെ സമുദായം തെരുവോലങ്ങളിൽ തല്ലുകൊള്ളുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഉറങ്ങാനല്ല അവസരം എന്ന് പറഞ്ഞുകൊണ്ട് സമുദായത്തിൻ്റെ മുമ്പിലേക്ക് അവകാശങ്ങൾക്ക് വേണ്ടി ചാടി വീണ നേതൃത്വമാണ് ബഹുമാന്യനായ CH മുഹമ്മദ് കോയ സാഹിബ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ആ നേതൃത്വത്തിൻ്റെ പാഠം ഉൾക്കൊണ്ട അനുഭവമുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് ശക്തമായി മുന്നോട്ട് പോവാൻ കഴിയട്ടെ. ഞങ്ങളുടെ സംഘടനയുടെ കേരള നദുവത്തുൽ മുജാഹിദീൻ മർക്കസ് ദഅവയുടെ എല്ലാ വിങ്ങിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.